ഇവിടെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കുറെ കാലമായിട്ട് കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ അവരൊരു ആൺകുട്ടിയെ ദത്തെടുക്കാണ്. അവരുടെ നല്ല നേരം ആ ഒരു ആൺകുട്ടി വന്ന കാരണോ എന്നറിയൂല, അവരുടെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രോഫിറ്റിലാവാണ്. അങ്ങനെ അവരൊരു വലിയ റിച്ച് ഫാമിലി ആയിട്ട് മാറാണ്. ആ ഒരു കുട്ടി ബാക്കിയുള്ളവർ പറഞ്ഞ് സത്യം അറിയണ്ടെന്ന് വെച്ചോണ്ട് തന്നെ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നീ ഒരു ദത്തുപുത്രനാണ് എന്നുള്ള കാര്യം ആ കുട്ടിയോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോനെ പഠിക്കാനായിട്ട് ലണ്ടനിലേക്ക് വിടാണ്. 10 വർഷം കഴിഞ്ഞാണ് ഇപ്പൊ ഹീറോ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഹീറോക്ക് ഇപ്പൊ ഒരു ചെറിയ അനിയനും കൂടി ഉണ്ടായിരുന്നു. പഠിപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ സർപ്രൈസ് ആയിട്ട് ഹീറോ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും അവന്റെ അമ്മ അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്റെ മകൻ വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ട് വീട്ടിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്ത് അവനെ സ്വീകരിക്കുകയാണ്. ഹീറോക്കാണെന്ന് വെച്ചാൽ നൈനാന്ന് പേരുള്ള ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളെ കുറെ നാൾക്ക് ശേഷം അവൻ കാണുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാണ്. അങ്ങനെ അമ്മ വീട്ടിലിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയാണ് ഇപ്പൊ ആരും അറേഞ്ച് മാരേജ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാവരും ലവ് മാരേജ് ആണ്. അത് കേട്ട അച്ഛനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അച്ഛനാന്ന് വെച്ചാല് ഒരിക്കലും അങ്ങനെയൊന്നും കുട്ടികളോട് പറഞ്ഞു കൊടുക്കരുത്, പാരന്റ്സ് ആണ് അവരുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മളെ ഹീറോയിനെ കാണിക്കുന്നത് അഞ്ജലി. അഞ്ജലിയാന്ന് വെച്ചാൽ ഭയങ്കര ജോളി ടൈപ്പ് ആയിരുന്നു. അവള് ഒരു പ്രാവശ്യം ഒന്ന് വർത്താനം പറയാൻ വേണ്ടി വായ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടക്കേയില്ല. എല്ലാവരോടും അത്രക്ക് കമ്പനിയായിരുന്നു. ഹീറോയിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്ത്രീയുടെ വീട് അഞ്ജലിയുടെ വീടിന്റെ അടുത്തായിരുന്നു. ഒരു ദിവസം ഈ ഒരു വേലക്കാരിക്ക് അസുഖാണെന്നും പറഞ്ഞ് ലീവ് എടുക്കാണ്. അപ്പോൾ ഹീറോന്റെ അമ്മ ആണെന്ന് വെച്ചാൽ ഒരു മരുന്ന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു വേലക്കാരിയുടെ വീട്ടിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് പോകുന്ന ടൈമിലാണ് നമ്മുടെ അഞ്ജലിനെ ഹീറോ കാണുന്നത്. അവൻക്കാന്ന് വെച്ചാല് അഞ്ജലിനെ കണ്ടപാടെ ഇഷ്ടപ്പെടാണ്. എങ്ങനെയെങ്കിലും അവളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോകുമ്പോഴും അഞ്ജലിയും ഭയങ്കര ജോളി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോന്റെ അനിയനാന്ന് വെച്ചാല് ആ ഒരു ഏരിയ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അത് ഇതെന്തൊരു ഏരിയ എന്ന് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് അവന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അഞ്ജലിക്ക് മനസ്സിലാവുന്നത് ഇവനൊരു റിച്ച് പയ്യനാണെന്ന്. അതുകൊണ്ട് തന്നെ അഞ്ജലി ഇത്ര നേരം സംസാരിച്ചതിൽ ഭയങ്കരമായിട്ട് ചമ്മി നിൽക്കുകയാണ്. ഇപ്പോഴെന്ന് വെച്ചാല് നമ്മുടെ ഹീറോന്റെ അനിയൻ പഠിക്കുന്ന സ്കൂളിലാണ് അഞ്ജലിയുടെ അനിയത്തിനെ കൊണ്ട് ചേർത്തിയത്. അന്നൊരു ദിവസം അനിയനാന്ന് വെച്ചാല് അവരുടെ ഏരിയ പോയപ്പോ അവനെ ഒരുപാട് കളിയാക്കിയില്ലേ, അതിന്റെ പ്രതികാരമായിട്ട് അനിയത്തി വന്നപ്പോൾ സ്കൂളിൽ വെച്ച് എല്ലാരും കൂടി അവളെ കളിയാക്കുന്നുണ്ട്. അതിന് സോറി ചോദിക്കാൻ വേണ്ടിയിട്ട് ഹീറോ അനിയനെയും കൊണ്ട് അഞ്ജലിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അനിയൻ സോറി മാത്രമല്ല ചോദിച്ചത്, നമുക്കിനി ഫ്രണ്ട്സ് ആയിരിക്കാന്ന് പറഞ്ഞ് ഈ അനിയത്തിയുടെ കവിളായിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് ഓടി പോവാണ്. ഹീറോ ആണെന്ന് വെച്ചാല് അഞ്ജലിനോട് പറയാണ് നമ്മളും എപ്പോഴും തല്ലുപിടിച്ചോണ്ടിരിക്കല്ലേ, നമുക്കും ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞ് അഞ്ജലിയുടെ കവിളിലും അവനൊരു ഉമ്മ കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് വെച്ചാല് ആകെ ഞെട്ടി പോവാണ്. അങ്ങനെ ഹീറോയും അഞ്ജലിയും ലവ് ചെയ്യാൻ തുടങ്ങാണ്. പക്ഷേ ഹീറോന്റെ അച്ഛന് അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള നൈനനെ ഹീറോക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. ആ ഒരു സമയം ഹീറോ അഞ്ജലിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് അച്ഛനോട് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ അതിന് സമ്മതിക്കുന്നേ ഇല്ല. ദേഷ്യത്തോടുകൂടി അച്ഛൻ ഇരിക്കുന്നത് കണ്ട ഹീറോ ആണെന്ന് വെച്ചാൽ അച്ഛനെ വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അഞ്ജലിനോട് നമുക്കത് നിർത്താമെന്ന് പറയാൻ വേണ്ടി അവളുടെ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് അവളുടെ അച്ഛൻ മരിച്ച് അഞ്ജലിയും അവളുടെ അനിയത്തിയും അനാഥരായി നിൽക്കുന്നത് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന് അഞ്ജലിനെ കല്യാണം കഴിക്കുകയാണ്. ഇതറിഞ്ഞ ഹീറോന്റെ അച്ഛനാന്ന് വെച്ചാൽ അവൻ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഹീറോന്റെ അനിയനാണെന്ന് വെച്ചാൽ പഠിക്കാൻ പോയോണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അവൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എങ്ങനെയെങ്കിലും തന്റെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ലണ്ടനിലേക്ക് സഹോദരനെ കാണാനായിട്ട് പോവാണ്. എന്നാൽ ഓപ്പൺ ആയിട്ട് അവന് അനിയനാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിനോട് പറയുന്നില്ല. അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പഴകി അവസാനമാണ് നമ്മുടെ ഹീറോക്ക് മനസ്സിലാവുന്നത് അത് തന്റെ അനിയനാണെന്ന്. അതറിഞ്ഞതും അനിയനെ കെട്ടിപ്പിടിച്ച് അവൻ കരയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അനിയനും അഞ്ജലിയുടെ അനിയത്തിയും തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്നുമുണ്ട്. ഹീറോയിനോട് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ഹീറോന്റെ അനിയൻ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ വിളിക്കാതെ ഞാൻ വരില്ലാന്ന് ഹീറോ വാശി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാനായിട്ട് അനിയനാന്ന് വെച്ചാൽ കുറച്ച് കള്ളങ്ങളൊക്കെ പറഞ്ഞ് ലണ്ടനിലേക്ക് അച്ഛനെ അമ്മനെയും വരുത്തിക്കുകയാണ്. അമ്മ ഹീറോനെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അച്ഛൻ പക്ഷെ അപ്പോഴും ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോന്റെ അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞ് കോള് വരാണ്. അതിന്റെ ചടങ്ങിന് വേണ്ടി എല്ലാവരും നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അച്ഛനും മകനും ഒട്ടും മിണ്ടാത്തത് കണ്ട അമ്മക്കാണെന്ന് വെച്ചാൽ ഒരുപാട് വിഷമം സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഹീറോ ചെയ്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞു തരണം എന്നെല്ലാം പറഞ്ഞ് അച്ഛനെ ചീത്ത പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നമ്മുടെ ഹീറോ ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി യാത്ര പറയാനായിട്ട് വരുമ്പോൾ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അച്ഛനാന്ന് വെച്ചാൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടാ നീ അല്ല തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട എന്നെല്ലാം ചോദിച്ച് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി പിന്നീട് എല്ലാവരും കൂടി ജീവിക്കുകയാണ്. വഴക്ക് എല്ലാ കുടുംബത്തിലും ഉണ്ടാവൂലേ, അത് തീർക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാനൊരു ഹെർബൽ ഓയിലിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ഓർഡർ ചെയ്തവരൊക്കെ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ട് റിവ്യൂ ആയിട്ട് അറിയിക്കണം. അത്രയും നല്ല റിസൾട്ട് ഇതിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷുവറാണ്. അപ്പൊ ഇനി മുടി കൊഴിച്ചിൽ മുടി വളരണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക, വിളിച്ചു ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയിക്കണേ.